ഇത് ഓഗസ്റ്റ് 13-ന് നമ്മൾ കണ്ടക്ട് ചെയ്ത കുറച്ച് പരിപാടീസായിരുന്നു. അപ്പോൾ ഓഗസ്റ്റ് 15-ന് നമുക്ക് കുറച്ച് ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതിന് മുന്നോടിയായിട്ട് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ചെറിയൊരു എൻ്റർടൈൻമെൻറ്റ് എന്ന രീതിയിൽ കുറച്ച് കോമ്പറ്റീഷനും കാര്യങ്ങളും നമ്മൾ കീപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് ആ ഡേ ആയിരുന്നു. അപ്പോൾ നേരത്തെ തന്നെ ഞാൻ വന്നിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തു. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കുറച്ചധികം പരിപാടി ഉണ്ടായിരുന്നു. നമ്മൾ സെക്ഷൻ അനുസരിച്ചാണ് പരിപാടി വയ്ക്കുന്നത്. കാരണം എല്ലാ കുഞ്ഞുങ്ങളും ഒരേ ലെവലല്ലല്ലോ. അപ്പോൾ നമ്മൾ ക്ലാസ് അനുസരിച്ച് പല കാറ്റഗറി ആയിട്ട് കുട്ടികളെ എടുത്തിട്ടാണ് നമ്മൾ കോമ്പറ്റീഷൻസ് കീപ്പ് ചെയ്തത്. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് കുഞ്ഞുങ്ങളായിരുന്നു. അവർക്ക് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ആയിരുന്നു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് കുഞ്ഞുങ്ങളൊക്കെ റെഡിയായി വന്നത്. എനിക്ക് തന്നെ കൺഫ്യൂഷനായി എങ്ങനെ ഒരു സമ്മാനം കൊടുക്കും എന്നൊക്കെ. പിന്നെ നമ്മൾ പുറത്തുള്ള 1-2 പേരുടെ സഹായമൊക്കെ ചോദിച്ചിട്ടാണ് ഇതിൽ നിന്ന് നമ്മൾ വിന്നേഴ്സിനെ സെലക്ട് ചെയ്തത്. അങ്ങനെ ഏകദേശം ഒരു 9 കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും അടിപൊളിയായിട്ടാണ് അവരുടെ ഭാഗം ക്ലിയർ ആക്കിയത്. പാരൻസായാലും നമ്മൾ ഒത്തിരി സപ്പോർട്ട് ചെയ്തു. കുട്ടികളൊക്കെ മനോഹരമായിട്ട് റെഡി ആയിട്ടൊക്കെ വന്നു. അങ്ങനെ അവരുടെ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് രണ്ടാമത് നമ്മൾ പോയത് ക്രാഫ്റ്റിലോട്ടാണ്. നമുക്ക് ട്യൂഷൻ ക്ലാസ്സിൽ ഹയർ ഗ്രേഡ്സിനാണ് നമ്മൾ ക്രാഫ്റ്റ് കോമ്പറ്റീഷൻ വെച്ചത്. കുട്ടികളൊക്കെ കുറച്ച് പേരൊക്കെ ഭയങ്കരമായിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നിട്ട് അവരവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒരു പെൻസിൽ ഡ്രോയിങ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം ഒരു 6th 7th ഗ്രേഡിൽ പഠിക്കുന്ന കുട്ടികൾക്കായിരുന്നു. ജസ്റ്റ് പെൻസിൽ ഡ്രോയിങ് അതായിരുന്നു. എല്ലാവർക്കും ഓഗസ്റ്റ് 15 അതായിരുന്നു തീമായിട്ട് കൊടുത്തിരുന്നത്. പിന്നെ നമ്മൾ 2, 3 ആ ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ പ്രിൻ്റ് എടുത്ത് കൊടുത്ത ഒരു കളറിങ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു 4 ടൈപ്സ് ഓഫ് കോമ്പറ്റീഷനാണ് നമ്മൾ ഉണ്ടാക്കിയത്. സ്റ്റഡീസിനോടൊപ്പം തന്നെ നമ്മുടെ ടാലൻസ് നമ്മൾ വളർത്തിയെടുക്കണം. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ട കുറച്ച് ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഓഗസ്റ്റ് 15 എല്ലാവരും മാക്സിമം എൻജോയ് ചെയ്തു. അവരവരുടെ കഴിവുകളൊക്കെ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യുകയും ചെയ്തു. ഈ ഒരു വർക്കിംഗ് മോഡിലൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവരെടുത്ത ആ ഒരു ഇനിഷ്യേറ്റീവ്, അതിനാണ് അവർക്ക് ഫസ്റ്റ് പ്രൈസ് കൊടുക്കേണ്ടത് തന്നെ. 1 മണിക്കൂറെന്ന് പറഞ്ഞത് കുട്ടികൾ നീട്ടി ഏകദേശം ഒരു 2-3 മണിക്കൂറൊക്കെ ഇരുന്ന കുട്ടികൾ ക്രാഫ്റ്റൊക്കെ ഉണ്ടാക്കിയെടുത്തതെങ്കിലും എല്ലാം അടിപൊളിയായിട്ട് കഴിഞ്ഞു. നമുക്ക് ഓഗസ്റ്റ് 15-ന് കാണാം.